സെലക്റ്റിൽ തന്നെ പോയിട്ട് ബീം പാരലൽ ടു സെഡിലും ചെയ്തിട്ട് ഇതിൽ അസൈൻ ടു സെലക്റ്റഡ് ബീംസ് കൊടുക്കുക, അസൈൻ ചെയ്യുക. ഓക്കെ, ഇതിൽ മാത്രം വ്യത്യാസമുള്ളൂ UN കേട്ടോ. ഈ റേഞ്ച് എടുക്കുക, അസൈൻ ഓട്ടോമാറ്റിക് അസൈൻ ആയിട്ടുണ്ടാവും ഇത് രണ്ടും. എന്നിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞില്ലേ, ക്ലോസ് ചെയ്യുക. സോറി ഇതെല്ലാം കഴിഞ്ഞില്ലേ. കഴിഞ്ഞിട്ട് നമ്മൾ അനാലിസിസ് ആൻഡ് പ്രിൻ്റ് എടുക്കുക, പ്രിൻ്റ് ആഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പെർഫോമൻസ് അനാലിസിസ് വരും, ഇത് ക്ലോസ് ചെയ്യുക. അനാലിസിസ് റൺ അനാലിസിസ് കൊടുക്കുക, സേവ് കൊടുക്കുക. എടാ 0 എറേഴ്സ് വാർണിങ്സ് വന്നു. ഇനി ഗോ ടു പ്രീ പ്രോസസ്സിംഗ് മോഡ് എടുക്കുക, ഡൺ കൊടുക്കുക. എന്നിട്ട് ഇതന്നെയല്ലേ ഓക്കെ കൊടുക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോഡലിങ്ങിൽ പോവുക, ഡിസൈൻ എടുക്കുക. ഡിസൈൻ എടുത്തിട്ട് ഈ 3 നമ്മൾ ചെയ്യണം. പോസ്റ്റ് പ്രോസസ്സിംഗ് മോഡ് എടുക്കുക, ഓക്കെ കൊടുക്കുക. ഡിസൈൻ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ പോരെ, കാണിച്ചു കൊടുത്താൽ മതി. മോഡലിംഗ് എടുക്കുക, ഇതിൽ ഡിസൈൻ എടുക്കുക. നമ്മൾ ഈ 3 ഡിസൈനിൽ ഇവിടെ കോൺക്രീറ്റ് എന്നുണ്ട് മേലയിൽ, ഈ കോൺക്രീറ്റ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഇവിടെ കണ്ടോ, ഇവിടെ IS 456 എടുക്കുക, 456 എടുക്കുക. എന്നിട്ട് സെലക്റ്റഡ് പാരാമീറ്റേഴ്സ് ഫസ്റ്റ്, സെലക്റ്റഡ് പാരാമീറ്റേഴ്സിൽ നമ്മൾ ഇതിനെല്ലാത്തിനും ഇപ്പുറത്ത് കാക്കാതെ. എന്നിട്ട് ഇതിൽ ഒരെട്ടെണ്ണം ചെയ്യണം. നമ്മൾ നോർമലി എഫ്സിനെ അപ്പുറത്ത് കാക്കുക, FI മെയിൻ, FI സെക്ക്, മാക്സിമം മെയിൻ, മാക്സിമം സെക്ക്, മിനി മെയിൻ, മിനി സെക്ക്, പിന്നെ ട്രാക്ക്. 8 ഉണ്ടോ നോക്കാം, 8 ഉണ്ടോ, 8 ഉണ്ടെങ്കിൽ ഓക്കെ കൊടുക്കാം. ഇതായി. എന്നിട്ട് നമ്മൾ ഡിഫൈൻ പാരാമീറ്റേഴ്സ് എടുക്കാം. ഇതിൽ നമുക്ക് FI ഇതൊക്കെ തന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇതിന് പക്ഷേ ഇതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ kN/m² എടുക്കാം. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൂൾസിൽ പോവുക. എന്നിട്ട് ഇതിൽ സെറ്റ് കറണ്ട് ഇൻപുട്ട്സ് എന്നുണ്ട്. ഇതിനെ മീറ്റർ തന്നെ kN/എന്നുള്ളത് മീറ്ററിനെ മില്ലിമീറ്ററും ന്യൂട്ടണും ആക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡിഫൈൻ പാരാമീറ്റേഴ്സ് എടുക്കുക. ഇതിൽ FC ഒരു 30 കൊടുക്കുക, 30 കൊടുക്കുക. എന്നിട്ട് ആഡാക്കുക. FI മെയിൻ ഒരു 415 കൊടുക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും കേട്ടോ. ആഡാക്കുക. FI സെക്ക് 415 കൊടുക്കുക. ആഡ് കൊടുക്കുക ഇടയിൽ. ഇനി മാക്സിമം മെയിൻ അതൊരു 10, എത്ര, ഒരു 16 കൊടുക്കുക. ആഡ് ചെയ്യുക. മാക്സിമം സെക്ക് 12 കൊടുക്കുക, ആഡ് ചെയ്യുക. മിനിമം മെയിന് 10 കൊടുക്കുക, ആഡ് ചെയ്യുക. മിനിമം സെക്കൻഡ് മിനിമം സെക്ക് 16 കൊടുക്കുക, ആഡ് ചെയ്യുക. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ട്രാക്ക് 0 തന്നെ കൊടുക്കുക, ആഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിനൊക്കെ അസൈൻ ചെയ്യണം. എന്നിട്ട് ഇതിനെ ഒക്കെ മേലെ പോയിട്ട് ഇങ്ങനെ ഓരോന്നിനെ സെലക്ട് ചെയ്യുക, അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ ചെയ്യുക, ഓരോന്നെടുക്കുക, അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ ചെയ്യുക, അസൈൻ ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് അസൈൻ ആക്കണേ, ക്ലോസ് ചെയ്തിട്ട് ഇനി നമ്മൾ കമാൻഡ് എടുക്കാം. കമാൻഡ് എടുത്തിട്ട് ഡിസൈൻ ഓഫ് ബീം ആഡ് ചെയ്ത് കൊടുക്കുക, ഡിസൈൻ ഓഫ് കോളം ആഡ് ചെയ്ത് കൊടുക്കുക, ടേക്ക് ഓഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് 3 ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ടേക്ക് ഓഫ് ഓൾറെഡി അസൈൻ ആയിട്ടുണ്ടാവും. ഡിസൈൻ ഓഫ് ബീം ഡിസൈൻ ചെയ്യുക. ഡിസൈൻ ഓഫ് കോളം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടിയും അനാലിസിസ് ആൻഡ് പ്രിൻ്റ് കോഡ് കൊടുക്കുക, ആഡ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക, അനാലിസിസ് പോവുക, റൺ അനാലിസിസ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇപ്പോൾ 0 എറേഴ്സ് വന്നു. നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോർമലി വ്യൂ ഔട്ട്പുട്ട് എടുക്കുക, ഡൺ കൊടുത്തു കഴിഞ്ഞാൽ
ഇതിന് ഔട്ട്പുട്ട് കിട്ടും. നോർമൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. ബാക്ക് എടുത്തിട്ട് ഇതിൽ നമുക്ക് ഇനി എന്താ കാണിക്കണം, നമുക്കിതിൽ ഷിയർ ഫോഴ്സ് കാണിക്കണം. ഷിയർ ഫോഴ്സ് എടുക്കുക. ഇതിൽ നമ്മൾ ഈ വ്യൂ ഇടണ്ട, ഈ വ്യൂ ഇട്ടിട്ട് ചെയ്യാം. ഷിയർ ഫോഴ്സ് എടുക്കുക. ഇതിപ്പോൾ ഇതിൽ റേഞ്ച് കൂട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സിമ്പിൾസ് ആൻഡ് ലേബിൾസ് എടുക്കുക. സ്കെയിൽസ് എടുക്കുക. ഇതിൽ ഷിയർ ഫോഴ്സ് സ്കെയിൽ എടുത്തിട്ട് ഇതിൽ ഷിയറിൻ്റെ വൈ ഡയറക്ഷൻ കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിഫ്ലക്ഷൻ കിട്ടി. ഇത് ക്ലോസ് ചെയ്യാം. ഇതിനെ നമ്മൾ സ്നിപ്പ് ചെയ്തിട്ട് നോർമൽ ചെയ്യാൻ പറ്റില്ല. ടീച്ചർ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷിയർ ഫോഴ്സ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ അല്ലേ ബെൻഡ് മൊമെൻ്റ് എടുക്കാം. ബെൻഡ് മൊമെൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ കാണില്ല ചിലപ്പോൾ, സ്കെയിൽ ചെറുതായിട്ടായിരിക്കും എടുക്കണം. അപ്പോൾ സിമ്പിൾസ് ആൻഡ് ലേബിൾസ് എടുക്കുക. ഇതിൽ സ്കെയിൽസ് എടുക്കുക. അപ്ലൈ ഇമ്മീഡിയറ്റ്ലി ഇടാം. എന്നിട്ട് ബെൻഡിങ് അവിടെ ബെൻഡിങ് സെഡ് കുറച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബെൻഡിങ് വരും. എന്നിട്ട് ഇതിന്